കുറച്ച് ദിവസങ്ങൾക്ക് ഞാൻ ട്വിറ്ററിലൊരു വീഡിയോ ഉണ്ട് ഗൈസ്, ബാക്ക്വേർഡ് പ്രോഗ്രഷൻ ഓഫ് CGI മസ്റ്റ് ബി സ്റ്റഡീഡ് എന്ന് പറഞ്ഞിട്ട് ഈ പൈററ്റ്സ് ഓഫ് കരീബിയനിലെ ഈ ഒരു ക്ലിപ്പായിരുന്നു ഡേവി ജോൺസിൻ്റെ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിയുമ്പോൾ 10-18 വർഷങ്ങൾക്ക് മുമ്പ് അവർ അന്ന് ചെയ്തു വെച്ച കാര്യം ആബ്സല്യൂട്ട്ലി അമേസിങ് നമുക്ക് തോന്നിപ്പോകും. കാരണം അത്രയും ഡീറ്റെയിലിംഗ് ആണ് ഡേവി ജോൺസ് എന്ന് പറഞ്ഞ ആ ഒരു ക്യാരക്ടറിനുള്ളത്. അതുപോലെ തന്നെ യൂട്യൂബിൽ തന്നെ ഇതിൻ്റെ മൈന്യൂട്ട് ഡീറ്റെയിലിങ്ങിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ക്യാരക്ടർ, അതായത് ഇതിനെങ്ങനെ ഒക്ടോപ്പസ് ബേസ്ഡ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ തൊപ്പിയുണ്ട്. അപ്പോൾ വെള്ളത്തിലേക്കൊക്കെ പോകുമ്പോൾ ഇതിൻ്റെ ഒരു കാല് പോലത്തെ സാധനം ആ തൊപ്പിയും ഇങ്ങനെ അള്ളി പിടിക്കുന്നതിൻ്റെയൊക്കെ ഒരു ക്ലിപ്പൊക്കെ ഉണ്ട്. അപ്പോൾ വെള്ളത്തിലേക്ക് പോയി കഴിയുമ്പോൾ തൊപ്പി പറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അത്രയും ഡീറ്റെയിലിംഗ് അവർ അതിനകത്ത് ചെയ്യുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ അത്രയും ആർട്ടിസ്റ്റിക് എഫേർട്ട് അതിനകത്തേക്ക് അന്ന് ഇടുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇന്നത്തെ നമ്മുടെ മോഡേൺ ഡേ ഫിലിംസിൻ്റെയും സീരീസിൻ്റെയൊക്കെ വിഷ്വൽ എഫക്ട്സ് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര മോശമാണെന്ന് തന്നെ പറയാം. അപ്പോൾ ഞാൻ അവസാനമായിട്ടൊരു മാർവൽ മൂവി തിയേറ്ററിൽ പോയി കണ്ടത് ഈ തോർ ലവ് ആൻഡ് തണ്ടർ ആണ്. അപ്പോൾ അതിനകത്ത് ഈ ഒരു ക്ലിപ്പ് എൻ്റെ പൊന്നു അന്ന് തിയേറ്ററിൽ ഇരുന്നപ്പോൾ തന്നെ എന്താ ഇതെന്ന് തോന്നിപ്പോയ ഒരു സീനായിരുന്നു അത്. അതുപോലെ തന്നെ പിന്നീട് അതിന് ശേഷം വന്ന പല കാര്യങ്ങളാണെങ്കിലും ഷീഹൾക്ക് വന്നു. അപ്പോൾ ഇറ്റ്സ് ഗെറ്റിംഗ് വേഴ്സ് ബൈ ടൈം എന്ന് തന്നെ പറയാം. അപ്പോൾ അത്രയും മോശമായിട്ടാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ വാട്ട് ഹാപ്പൻ, എന്താണ് സംഭവിച്ചത്? ഇതിപ്പം VFX മാത്രമല്ല, ജനറലി മറ്റ് കാര്യങ്ങളിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാലും പഴയ പോലത്തെ ക്രിയേറ്റിവിറ്റി ഒന്നും ഇല്ല എന്നുള്ളത്. ഇപ്പോൾ മ്യൂസിക് ആണെങ്കിലും ശരി, ഗെയിമിംഗ് ഇൻഡസ്ട്രിയിലാണെങ്കിൽ ശരി, അവരും വലിയ രീതിയിൽ പറയുന്ന ഒരു കാര്യമാണ് ഗെയിമുകളിലൊക്കെ ക്രിയേറ്റിവിറ്റി പോയി മറ്റ് കാര്യങ്ങളിലേക്കൊക്കെയാണ്, പൊളിറ്റിക്കൽ സംഭവങ്ങളിലേക്കൊക്കെയാണ് അവർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അപ്പോൾ സിനിമകളിലാണെങ്കിലും ആ ഒരു രീതിയിലേക്ക് മാറി. അപ്പോൾ ഈ ഒരു സംഭവത്തിലേക്ക് വരുമ്പോൾ, വിഷ്വൽ എഫക്ട്സിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ മെയിൻ കൾപ്രിറ്റ്സ് എന്ന് പറയുന്നത് ഡിസ്നിയും അതുപോലെ തന്നെ മാർവലും ആണ്. അവർ പരമാവധി വിഷ്വൽ എഫക്ട്സ് സ്റ്റുഡിയോകളെയും അതുപോലെ തന്നെ ആർട്ടിസ്റ്റുകളെയും പിഴിഞ്ഞ് ക്രിയേറ്റിവിറ്റിയുടെ അവസാന ഔൺസ് വരെ പിഴിഞ്ഞെടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് നമുക്കറിയാം, ഒത്തിരി കണ്ടന്റുകൾ പടപടയെന്ന് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മീറ്റ് ചെയ്യാനായിട്ട് ക്വാണ്ടിറ്റി ഓവർ ക്വാളിറ്റി എന്നുള്ളൊരു നയത്തിലേക്ക് അവർ മാറി. അപ്പോൾ ഈ സാധനമൊക്കെ വിട്ടാൽ മതി, ഇത് മതി, പെട്ടെന്ന് സാധനം ഇറക്കുക, അവർക്ക് പരമാവധി പൈസ വേണം എന്നുള്ള രീതിയിലേക്ക് അവർ ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷ്വൽ എഫക്ട്സ് ഏരിയയിലേക്ക് ഫണ്ടിങ്ങും കുറവാണ്, അതുപോലെ തന്നെ റഷിങ്ങും കൂടുതലാണ്. അതുപോലെ തന്നെ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന പല ആർട്ടിസ്റ്റുകളും ബേൺഡ് ഔട്ട് ആയി എന്നാണ് പറയുന്നത്. കാരണം ഇത്ര അധികം ലോഡ് എടുപ്പിച്ച് അവരുടെ ക്രിയേറ്റിവിറ്റിയൊക്കെ നശിച്ചുപോയി. പക്ഷേ ഇതൊരു ജോബ് എന്നുള്ള രീതിയിൽ അവർ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഡീഫോൾട്ട് സെറ്റിങ്ങിൽ ചെയ്ത് വിട്ടുകൊണ്ടേ ഇരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ലാക്ക് ഓഫ് എഫേർട്ട് ആൻഡ് കെയർ, അതുപോലെ ആർട്ടിസ്റ്റിക് ഇൻറ്റഗ്രിറ്റി എന്നുള്ള സംഭവത്തിന് സംഭവിച്ച വലിയൊരു ലാക്കും ഇതിൻ്റെ വലിയൊരു കാര്യമായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ ഈ പൈററ്റ്സ് ഓഫ് കരീബിയനൊക്കെ ഇറങ്ങിയ സമയത്ത് അതങ്ങനെ ചെയ്ത് കാണിക്കുക, അല്ലെങ്കിൽ ഒരു പൈനിയറിങ് വിഷൻ അവർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംഭവം ചെയ്ത് കാണിക്കാൻ നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ളൊരു ആ ഒരു മിഷൻ വെച്ച് ചെയ്യുന്ന ഒരു എഫേർട്ട് ആ സമയത്ത് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓൾറെഡി ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അങ്ങനെ ചെയ്യാനുള്ള മൂഡില്ല. ഈ പറയുന്ന പോലെ മാക്സിമം പൈസ ആ ഒരു സംഭവത്തിലേക്ക് മാത്രം ലക്ഷ്യം വെച്ചാൽ മതി എന്നുള്ള രീതിയിൽ ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഭോജ്പുരി സോങ്സിനെ പറ്റി പറഞ്ഞിരുന്നു. ശരിക്കും പറഞ്ഞാൽ അവരുടെ ബഡ്ജറ്റ് വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ അവർ ഹൈ വ്യൂസ് കിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്തിനാണ് അവർ കൂടുതൽ ബഡ്ജറ്റ് ഇട്ട് വീഡിയോ പിടിക്കുന്നത് എന്നുള്ള കാര്യം അവർക്ക് ചിന്തിക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ ഹൗസുകൾ വിഷ്വൽ എഫക്ട്സിൻ്റെ കാര്യത്തിലേക്ക് വന്ന് കഴിയുമ്പോൾ നിലവിലുള്ള ഇന്നോവേഷനൊക്കെ മതി, ഇനി പുതിയ ഇന്നോവേഷനൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമൊന്നുമില്ല, പൈസ മുഖ്യം എന്നുള്ള രീതിയിൽ ആ ഒരു മൈൻഡിലേക്ക് ആയി. അങ്ങനെ ആർട്ടിനെയും ക്രിയേറ്റിവിറ്റിനെയും വലിയ പ്രൊഡക്ഷൻ ഹൗസുകൾ നശിപ്പിച്ചു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ AI വീഡിയോസും കൂടി വന്നു കഴിയുമ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഇറ്റ്സ് ഡൺ, വി ആർ ഡൂംഡ് എന്ന് തന്നെ പറയാം. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഇടുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.